വാണിജ്യ പാചകവാതക സിലിണ്ടറിന് 1000-ഓളം രൂപ വർദ്ധിപ്പിച്ച കേന്ദ്ര നടപടി ഹോട്ടൽ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നിയന്ത്രണാതീതമായ വിലക്കയറ്റം കാരണം പല സ്ഥാപനങ്ങളും നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ ചിലത് ഇതിനകം അടച്ചുപൂട്ടേണ്ടി വന്നതായും വ്യാപാരികൾ പറയുന്നു. പ്രത്യക്ഷമായും പരോക്ഷമായും പതിനായിരക്കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഹോട്ടലുകൾ അടച്ചാൽ ഇവരുടെ ഉപജീവനവും വഴിമുട്ടും. ഹോട്ടലുകൾ അടച്ചതോടെ സാധാരണ ജനങ്ങൾക്കും പ്രത്യേകിച്ച് ആശുപത്രികൾക്ക് സമീപമുള്ള ഭക്ഷണശാലകൾ അടയുന്നതിലൂടെ രോഗികളും ബന്ധുക്കളും ബുദ്ധിമുട്ടിലാകുമെന്ന് ആശങ്കയും ഉയരുന്നുണ്ട്. ഈ സാഹചര്യം തുടർന്നാൽ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ മറ്റു മാർഗമില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. വൈദ്യുതി ചാർജ് വർധനയും മേഖലയെ ബാധിച്ചിട്ടുണ്ടെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. പാചകവാതകത്തിന്, അതായത് വാണിജ്യ ആവശ്യമുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് ക്രമാതീതമായിട്ട് വില വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി ലോക തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് തന്നെ ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ 990 രൂപയോളം, അതാണ്ട് ഒരു സിലിണ്ടറിൽ 2100 രൂപ വില ഉണ്ടായിരുന്നത് 3106 രൂപയായിട്ട് ഒറ്റയടിക്ക് 1000 രൂപയോളം വർദ്ധിപ്പിച്ച് ഈ വ്യവസായത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സമീപനവും സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു 1-2 മാസക്കാലമായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കെ തന്നെ ഇരുട്ടടി പോലെയാണ് ഈ ലഭിച്ചുകൊണ്ടിരുന്ന സിലിണ്ടറിന് ആണെങ്കിൽ പോലും അമിതമായിട്ട് ഇത്രയധികം വില വർദ്ധിപ്പിക്കുകയുണ്ടായത്. നാളെ സ്ഥാപനങ്ങൾ അടച്ചിട്ട് മാർച്ചും ധർണയും നടത്തും. വിലക്കയറ്റത്തിനെതിരെ സർക്കാർ ഇടപെടലിനായി കാത്തിരിക്കുകയാണ് വ്യാപാരികൾ. തീരുമാനം വൈകിയാൽ സമരം ശക്തമാക്കാനാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം.